പക്ഷെ കെ വി സുമേഷ് MLA ശരി, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിയമസഭയിൽ ഉണ്ടായി. ചർച്ച നടത്താനുള്ള തീരുമാനം ആത്മാർത്ഥമാണെങ്കിൽ ചർച്ച നടത്താം, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാമായിരുന്നു. പോട്ടെ, ഈ വിഷയത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് സന്നദ്ധരാണ്, അവർക്കാണ് ചർച്ചയ്ക്ക് ബുദ്ധിമുട്ട് എന്നുള്ളതാണല്ലോ CPM-ന്റെ വാദം. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ നാളെ ചർച്ചയ്ക്ക് ഒരുക്കമാണ്. തീർച്ചയായും ഈ വിഷയം ചർച്ച ചെയ്യുന്നതിൽ നാളെ ചർച്ചയ്ക്ക് സഭ സ്പീക്കറാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ചാനലിൽ ഇരുന്നിട്ട് നാളെ ചർച്ച ചെയ്യാമെന്ന് പറയാൻ ഞാനാളല്ല. ചർച്ച ചെയ്യുന്നതിൽ തർക്കം ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു അവ്യക്തതയില്ല. ഇവിടെ നേരത്തെ ബഹുമാന്യനായ ശ്രീകുമാർ പറഞ്ഞപ്പോൾ CPIM-ന്റെ ഒരു സ്ട്രാറ്റജി, CPIM-ന് ഇക്കാര്യത്തിൽ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ രാവിലെ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, സഭാ സമ്മേളനത്തിൻ്റെ തുടക്കം മുതൽ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാടിൽ അവർക്ക് തികഞ്ഞ അവ്യക്തത ഉണ്ടായിട്ടുണ്ട്. കാരണം ഇങ്ങനെയല്ല, ഞാനിപ്പോൾ ഈ സഭയിൽ ആദ്യമായിട്ട് വന്നതാണ്, ഇപ്പോൾ അതിൻ്റെ വിവിധ സെഷനിലായിട്ട് പങ്കെടുത്തൊരു അനുഭവമാണ് എനിക്ക് പ്രധാനമായിട്ടുള്ളത്. ചർച്ചയ്ക്ക് എടുക്കാമെന്ന് പറഞ്ഞപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ ഒരു പൊതു നിലപാടും ബോഡി ലാംഗ്വേജും എല്ലാം ചർച്ചയോട് സഹകരിക്കുന്നതായിരുന്നില്ല. ഇതേ ചോദ്യം തിരിച്ച് അങ്ങ് ചോദിക്കാം, സഭ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ വിഷയം ഉൾപ്പെടെ, ഇന്ന് രാവിലെ ഉണ്ടായ വിഷയം ഉൾപ്പെടെ അവിടെ ഉന്നയിക്കാമായിരുന്നല്ലോ. ഉന്നയിക്കാനുള്ള അവസരത്തെ സ്പീക്കർക്ക് ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം സഭയ്ക്കകത്തുണ്ടാക്കി എന്നതാണ് ഇന്നത്തെ ഈ അടിയന്തര പ്രമേയ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന ഒരു സാഹചര്യം. വേണമെങ്കിൽ സാങ്കേതികത്വം പറഞ്ഞ് ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കാം. റൂൾ 50 പലതവണ പറ്റില്ല, ഷാക്ത്രാൻ കൗളൊക്കെ വേണമെങ്കിൽ ഉദ്ധരിക്കാം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട MLA ആയ KT ജലീൽ വെല്ലുവിളിച്ചു ഈ വിഷയത്തിൽ ചർച്ചയ്ക്കുണ്ടോ എന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് സന്നദ്ധരായിരുന്നു, പ്രതിപക്ഷമാണ് സമ്മതിക്കാത്തത്. ഈ വിഷയം എന്നുന്നയിക്കട്ടെ, അന്ന് ചർച്ച എന്താ പൊളിറ്റിക്കലായ നിലപാടിലേക്ക്. കീഴ്വഴക്കത്തിന്റെ കാര്യമാണല്ലോ നേരത്തെ പറഞ്ഞത്, കീഴ്വഴക്കങ്ങളൊക്കെ പുതുതായി സൃഷ്ടിക്കാവുന്നതുമാകാമല്ലോ. ഏത് സമയത്തായാലും ഈ വിഷയത്തിൽ ഞങ്ങൾ ചർച്ചയ്ക്കാണ് എന്നൊരു നിലപാട് സർക്കാരിന് എടുക്കാനുള്ള ആർജവം ഉണ്ടോ എന്നുള്ളതാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും സർക്കാരിന് എന്താ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന്? CPIM-നോ സർക്കാരിനോ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എന്താ? മലപ്പുറം കേരളത്തിന്റെ ഭാഗമല്ലേ? മലപ്പുറം എന്താ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരാളുടെ മാത്രം? എത്രമാത്രം അപക്വമായ അസാധാരണമായ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ വിള്ളലുണ്ടാക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് നന്നായിട്ട് പറയാനുണ്ട്. നന്നായി പറയാനുള്ള അവസരം ഞങ്ങൾ പറയുകയും ചെയ്യും. ഇവിടെ പ്രതിപക്ഷം ഉയർത്തുന്നതും ഒരു വിഭാഗം മാധ്യമങ്ങളും ചേർന്ന് കൊണ്ടുവരുന്ന ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് അതിശക്തമായിട്ട് പറയാനുണ്ട്. ഏതെങ്കിലും ഒരു വിഷയത്തെയാണ് ഒരു ക്രൈം നടന്നാൽ, ഇപ്പോൾ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് സ്വർണം പിടിച്ചാൽ ഉടൻ കണ്ണൂർ ജില്ലയെ ആക്ഷേപിച്ചു എന്നാണോ പറയുക? അങ്ങനെയാണോ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന? ഇവിടെ അസാധാരണമായ ഒരു സാഹചര്യം ഉണ്ടായത് മുഖ്യമന്ത്രി സെപ്റ്റംബർ 21 ഒരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ കണ്ണൂരിന്റെയോ എറണാകുളത്തിന്റെയോ തിരുവനന്തപുരത്തിന്റെയോ ഒന്നും കാര്യം പറയാതെ മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ച സ്വർണത്തിന്റെയും മലപ്പുറം ജില്ലയിൽ നിന്ന് പിടിച്ച ഹവാല പണത്തിന്റെയും കണക്ക് പറയുകയും അതിനുശേഷം ദ ഹിന്ദു ദിനപത്രത്തിൽ പിണറായി വിജയന്റേതായി വന്ന അഭിമുഖത്തിൽ ആന്റി നാഷണൽ ആന്റി സ്റ്റേറ്റ് ആക്ടിവിറ്റീസിനാണ് ഈ പണം വരുന്നതെന്ന് പറയുകയും ചെയ്തതാണല്ലോ ഈ വിഷയത്തിന് ആധാരം. അതിൽ അഭിലാഷെ, പിണറായി വിജയനെ പോലെ ഒരാൾ, എത്രയോ പതിറ്റാണ്ടായി കേരളത്തിൽ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഈ നട്ടാക്കുറുക്കാത്ത നുണയല്ലേ? ഇത്ര അസംബന്ധം തെറ്റായ കാര്യങ്ങൾ കേരളത്തിൽ പോലുള്ള സംസ്ഥാനത്ത് ഉന്നയിക്കാൻ പാടുണ്ടോ? എന്താ പറഞ്ഞ ഉന്നയിക്കപ്പെട്ട അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അൻവർ ഉയർത്തിപ്പിടിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്, നമ്മളിത് കാണാതെ പോകരുത്. അൻവർ ആദ്യം വളരെ ജനൂനാന്ന് തോന്നിയിട്ട് ഒരു പൊതു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ച വിഷയത്തിൽ അൻവർ ഉന്നയിക്കുന്ന വിഷയം എന്താ? നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ സ്വീകാര്യത ലഭ്യമാകണം എന്ന നിലയിലാണ് അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്നത്. പറയുന്നതിനെ കൃത്യമായി അതിൻ്റെ വസ്തുത പറയുക എന്നത് സംസ്ഥാന ആഭ്യന്തരകാര്യ വകുപ്പ് മന്ത്രിയുടെ ചുമതലയാണ്. അതൊരു ജില്ലയുമായി ബന്ധപ്പെട്ടല്ല. അൻവർ ഉന്നയിച്ച വിഷയം മലപ്പുറത്തെ വിഷയമാണ്. അൻവർ ഉന്നയിക്കപ്പെട്ട വിഷയത്തിൽ അതിന്റെ ഭാഗമായിട്ടുള്ള നിലപാടാണ് ഞങ്ങൾ കൃത്യമായി സ്വീകരിച്ചത്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പൂർത്തിയാക്കട്ടെ, മലപ്പുറത്തെ വിഷയമല്ല, കേരളത്തിലെ ഏത് വിഷയവും ചർച്ച ചെയ്യുന്നതിന് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരാർജവക്കുറവോ ഒരു ധൈര്യക്കുറവോ കേരളത്തിലെ ഈ ഗവൺമെന്റിനോ CPM-നോ ഇല്ല എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട